ദൈവസഭ കഴിഞ്ഞ 103 വർഷക്കാലത്തെ അനുഗ്രഹീത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നവരും നമ്മോടുകൂടെ ആയിരിക്കുന്നവരുമായ അനുഗ്രഹീത ഓവർസിയർമാർ പാസ്റ്റർ യു തോമസ്, പാസ്റ്റർ PC ചാക്കോ, പാസ്റ്റർ AV എബ്രഹാം, പാസ്റ്റർ MV ചാക്കോ, പാസ്റ്റർ PAV സാമുവേൽ, പാസ്റ്റർ VCET, പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ M കുഞ്ഞപ്പി, പാസ്റ്റർ PJ ജെയിംസ്, പാസ്റ്റർ CC തോമസ് തുടങ്ങിയവരെ ഓർത്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, നമ്മോടുകൂടെ ആയിരിക്കുന്ന വിദേശത്തായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത്, നമുക്ക് നേതൃത്വം നൽകിയ അവരുടെ സംഭാവനകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയരെ, ഔപചാരികമായ വാക്കുകൾ കൊണ്ട് അനേക കാര്യങ്ങൾ പറഞ്ഞ് സമയം മുൻപോട്ട് പോകുന്നത് അഭികാമ്യമല്ലല്ലോ. 103 വർഷം ഈ പ്രസ്ഥാനത്തെ സർവശക്തനായ ദൈവം നയിക്കുവാനിടയായി. നമ്മുടെ ഫീൽഡ് സെക്രട്ടറിയായി നിത്യതയിൽ വിശ്രമിക്കുന്ന TM വർഗീസ് അവറുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ദൈവഭക്തന്മാർ അവരുടെ പ്രയത്നവും പ്രവർത്തനവും ഈ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ചിലവിട്ടത് നന്ദിയോടെ ഇത്തരുണത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഓർക്കുന്നു. ആയിരക്കണക്കിന് ദൈവദാസന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലഭ്യമായ പരിമിതമായ സൗകര്യങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവമക്കൾ നൽകിയ കൃഷിഫലങ്ങളും പിടിയരിയും സ്തോത്രകാഴ്ചയും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിൽ കണ്ണുനീരോടെ വിതച്ച് ഇന്ന് നാം ആർപ്പോടെ കൊയ്യുന്ന ഈ മഹാപ്രസ്ഥാനത്തെ ഇത്രത്തോളം ദൈവം വളർത്തിയതോർത്ത് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപ് അധ്വാനിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നവരും നമ്മോടുകൂടെ ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരുമായ ശ്രേഷ്ഠരും അനുഗ്രഹീതരുമായ ധന്യരായ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അനേകായിരങ്ങളായ ദൈവമക്കൾ അവരുടെ പ്രയത്ന ഫലത്തിൽ നിന്ന് ദൈവദാസന്മാരെ പരിപോഷിപ്പിക്കുകയും അവരെ കരുതുകയും അവരുടെ കുടുംബങ്ങളെ കരുതുകയും ദൈവസഭയുടെ കെട്ടുപണികൾക്കും ദൈവസഭയുടെ ഉദ്ധാരണത്തിനും വേണ്ടി ആവോളം പ്രവർത്തിച്ച് നന്നായി ഓടി അധ്വാനിച്ച് നിത്യതയിൽ മറയപ്പെട്ട സ്വസ്ഥതയിൽ ചേർക്കപ്പെട്ട വിശ്വാസ സമൂഹത്തെയും ഇന്ന് ഈ പന്തലിൽ തലവണക്കിയിരിക്കുന്നവരും ആമേൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നവരുമായ അനുഗ്രഹീതരായ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അവരുടെ സംഭാവനകൾക്ക് സർവശക്തനായ ദൈവം പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ വിശാലവും ശ്രേഷ്ഠവുമായ ഈ സഭാ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായി നിങ്ങളോടൊരുമിച്ച് നമുക്കൊരുമിച്ച് അധ്വാനിപ്പാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് പാർക്കുവാൻ ആവശ്യമായ പാഴ്സണേജ് സൗകര്യങ്ങൾ, ചില സൗകര്യങ്ങൾ കുറവുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം നല്ല പാഴ്സണേജ് സൗകര്യങ്ങളുള്ള ഭവനങ്ങളുള്ള ആമേൻ സ്തോത്രം സ്വയം അത് പര്യാപ്തമായി മുൻപോട്ട് നയിക്കപ്പെടുവാൻ പ്രാപ്തമായ ദൈവമക്കളുടെ കൈത്താങ്ങലുകളുള്ള അനുഗ്രഹിക്കപ്പെട്ട
ഒരു സഭയായി, ഒരു സമൂഹമായി ദൈവം ഈ പ്രസ്ഥാനത്തെ വളർത്തുവാൻ ഇടയായെങ്കിൽ നമുക്ക് മുൻപ് ഓടിയവരും അധ്വാനിച്ചവരും അവരുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലായിരുന്നതിനാൽ ഇന്ന് അതിൻ്റെ നന്മ അനുഭവിച്ച് ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനേകായിരങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺവെൻഷൻ്റെ ആദ്യ ദിനം നമുക്കറിയാം. ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഇന്ത്യയിലുള്ള ഭരണ സംവിധാനത്തിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദൈവസഭയുടെ ഗവേണിംഗ് ബോഡിയുടെ നിയന്ത്രണത്തിൽ 8 സ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്യപ്പെട്ട് അനുഗ്രഹീതരായ 8 ഓവർസിയർമാരാലും അനുഗ്രഹീതരായ ദൈവമക്കളാലും നയിക്കപ്പെടുന്ന സ്ഥിരതയുള്ളതും കെട്ടുറപ്പുള്ളതുമായ ഭരണ സംവിധാനമുള്ള ഒരു നല്ല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 8 സ്റ്റേറ്റുകളിൽ ഇപ്രകാരമുള്ള സ്റ്റേറ്റ് കൺവെൻഷനുകൾ നടക്കുന്നു. നമ്മുടെ സഹോദര പ്രസ്ഥാനമായ റീജന്റെ കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നാം കൂടി വരുന്നത് ഒരു സ്റ്റേറ്റ് കൺവെൻഷനാണ്. ഇത് ഇന്റർനാഷണൽ കൺവെൻഷൻ അല്ല. നമ്മുടെ കൺവെൻഷനെ ഇത്രത്തോളം വളർത്തിയ ദൈവത്തിന് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരുമിച്ച് അതരം തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. മുഖവരിയായി ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവസഭ കടന്നു പോകുന്ന ഈ അനുഭവങ്ങളുടെ നടുവിൽ നാം ചിന്തിപ്പാൻ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു പ്രസംഗ വിഷയമാണ് കർത്താവിൻ്റെ വരവും സഭയുടെ ഒരുക്കവും എന്ന വിഷയം. പ്രിയരെ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കൺവെൻഷൻ വേദികളിൽ ഉച്ചസ്ഥരം അനുഗ്രഹീത ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞ ഏക സത്യം, കരേറിപ്പോയ കർത്താവ് രാജാതിരാജാവായി മടങ്ങി വരുവാൻ സമയമായി. കർത്താവിന് സ്തോത്രം. വരവിനായി ഒരുങ്ങുവാൻ ആഹ്വാനം നൽകി. അനേക കൺവെൻഷൻ വേദികളിൽ കേട്ട ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യപ്പെട്ടവരായി ഞാനും നിങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളായി അതിൻ്റെ നന്മ അനുഭവിച്ച് ഇന്ന് രാത്രി ഈ പന്തലിൽ ഇരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മടികൂടാതെ ഓർക്കുവാനുള്ള ഒരൊറ്റ സന്ദേശം. കർത്താവിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുവാൻ സമയമായി, ഒരുങ്ങുവാനുള്ള സമയമായി. അധരം തുറന്ന് നമ്മുടെ രക്ഷകനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവും സഭയുടെ ഒരുക്കവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ വരുന്ന 6 ദിനരാത്രങ്ങളിൽ സംയുക്ത ആരാധനയുൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ശക്തമായ ദൂത് നമ്മൾ കേൾക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് ആഹ്വാനം നൽകുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ആ വാക്ക്, നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞാൽ വായനക്കാരനായ ഞാനും കേൾവിക്കാരായ നിങ്ങളും, പ്രസംഗിയായ ഞാനും കേൾവിക്കാരായ നിങ്ങളും ഇന്ന് രാത്രി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ രാത്രി ഇവിടെ വിളംബരം ചെയ്യുന്നത്. ഒരുങ്ങുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഉദാസീനതകൾ വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ നമുക്ക് ലഭിച്ച കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള ആ യാത്രയ്ക്കായി ഒരുങ്ങുവാൻ ഈ ആഴ്ചവട്ടം ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭ
കർത്താവിൻ്റെതാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ ഇങ്ങനെ ഞാൻ പറയട്ടെ, ലോകത്തിന് അദൃശ്യമായതും ദൈവത്തിന് ദൃശ്യമായതുമായ ഒരു സഭയാണ് ദൈവത്തിൻ്റെ സഭ. ലോകത്തിന് അദൃശ്യമായതും ദൈവത്തിന് ദൃശ്യമായതും. ഞാനും നിങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് സഹോദരി സഭകളായ ഇതര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും വചനത്തിൻ്റെ വിശുദ്ധിയിലും വേർപാടിലും പ്രമാണങ്ങളും കൽപ്പനകളും ആചരിച്ചും പ്രമാണിച്ചും കാത്തു സൂക്ഷിച്ചും സൂക്ഷിക്കപ്പെട്ടും ജീവിക്കുന്ന ഒരു വിശുദ്ധ സമൂഹമുണ്ട്. അത് ലോകത്തിന് അദൃശ്യമായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ അത് ദൃശ്യമാണ്. അതാണ് ദൈവത്തിന്റെ സഭ. അതാണ് ദൈവത്തിന്റെ സഭ. ആ സഭയിൽ ഉള്ളവരോട് ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുക, ഒരുങ്ങുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരുങ്ങുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. സഭയുടെ നാഥൻ, നായകൻ, ഉടമസ്ഥൻ, പണിയുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാ. ഞാനും നിങ്ങളുമൊക്കെ കൂട്ടുവേലക്കാരാ, കൂട്ടുപ്രവർത്തകരാ. സ്തോത്രം. എൻ്റെ നിങ്ങളുടെയും മനോഭാവത്തിൽ എപ്പോഴെങ്കിലും ഞാനാണ് സഭ പണിയുന്നതെന്നുള്ള ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ പണിയുന്ന സഭയ്ക്ക് വെളിയിലാ കർത്താവ്. ആ സഭയ്ക്ക് വെളിയിലാ കർത്താവ്. കർത്താവകത്തുള്ള സഭ മനുഷ്യനല്ല പണിയുന്നത്. കർത്താവകത്തുള്ള സഭ കർത്താവ പണിയുന്നത്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. മനുഷ്യൻ പണിയുന്ന സഭയല്ല കർത്താവിൻ്റെത്. ആമേൻ. മനുഷ്യനെ പണിക്ക് കൂട്ടുചേർക്കുന്നേ ഉള്ളൂ. പണിയുന്നവൻ കർത്താവാ. എൻ്റെ പിന്നിലിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാരെ, ഇന്ന് രാത്രി സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. എൻ്റെ കർത്താവ് പണിയുന്ന സഭയുടെ പണിക്ക് എന്നെയും കൂടെ ചേർത്തല്ലോ, എന്നെയും കൂടെ ചേർത്തല്ലോ. അതിൻ്റെ ഭാഗമാക്കി എന്നെയും കൂടെ മാറ്റിയല്ലോ. ആ ഒരു ദൗത്യത്തിന് എന്നെയും കൂടെ ഉപയോഗിച്ചല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസഭയുടെ പണിയെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കിങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 16:18. ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. സ്തോത്രം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ, ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും പണിയാൻ കഴിയത്തില്ല ദൈവസഭ. എന്നാൽ പണി വിവിധ നിലകളിലുണ്ട്. ചിലർ പൊന്നുകൊണ്ട് പണിയും, വെള്ളി കൊണ്ട് പണിയും, കല്ലുകൊണ്ട് പണിയും, മരം കൊണ്ട് പണിയും, പുല്ലുകൊണ്ട് പണിയും, വൈക്കോൽ കൊണ്ട് പണിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പണികളെല്ലാം വിലയിരുത്തുന്നൊരു സമയമുണ്ട്. ആ വിലയിരുത്തുന്നത് ബുക്ക് നോക്കിയല്ല, കണക്ക് നോക്കിയല്ല, തീയിലൂടെ കടത്തിവിടുമ്പോ ആമേൻ കൂട്ടുവേലക്കാരായി പണിയെടുത്ത ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവദാസിമാരെ, എൻ്റെ നിന്റെ പണി നിലനിൽക്കുന്നതായി തീരുവാൻ വൈക്കോലിന്റെ പണിയല്ലേ ആവശ്യം? ആമേൻ. പുല്ലുകൊണ്ടുള്ള പണിയല്ലേ ആവശ്യം? മരം കൊണ്ടുള്ള പണിയല്ലേ ആവശ്യം? ആമേൻ. ശോധന ചെയ്താലും നിലനിൽക്കുന്ന പണിയായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരല്ല, എന്റെ നിന്റെ പണിക്ക് പ്രതിഫലമുള്ളതിനാൽ ആ പണി നിലനിൽക്കുന്നതായിരിക്കട്ടെ. വലിയ വലിയ പടപ്പും തൊങ്ങലും കാണിക്കുന്ന പണിയല്ല നമുക്ക് ആവശ്യം. നിലനിൽക്കുന്ന പണിയാണ്. കത്തിപ്പോകുന്ന പണിയല്ല, കത്തിയാലും വെന്തുപോകാതെ പുറത്തു വരുന്ന പണിയ
ദൈവത്തിന്റെ സഭ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്ക്. ഒരുപാട് ഭാരങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ നിന്റെ പണിയെ നിലനിർത്തുന്നത് ആ ബുദ്ധിമുട്ടുകളുടെ നടുവിലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന പണി വൈക്കോല് കൊണ്ടല്ല, അത് മരം കൊണ്ടല്ല, നിലനിൽക്കുന്ന പണിയാ. നിന്ദകളുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിൽ, ദുഷിക്കുന്നതിന്റെ നടുവിൽ, ശപിക്കുന്നതിന്റെ നടുവിൽ, വ്യാജത്തിന്റെ നടുവിൽ, ദോഷം പറയുന്നതിന്റെ നടുവിൽ വെന്തുപോകുന്ന പണിയല്ല ഞാനും നിങ്ങൾ ചെയ്യുന്നത്. നിലനിൽക്കുന്ന പണിയാ. അതിന് പ്രതിഫലം തരുന്നത് കർത്താവുണ്ട്. ദൈവദാസന്മാർ അതരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ പണികൾക്ക് പ്രതിഫലം തരുന്നത് ലോകത്തിലെ സംഘടനകളോ വ്യക്തികളോ അല്ല, പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. സ്വോത്രം. ആമേൻ. ഈ സഭയെ പറ്റി പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ഇസഹാക്ക് തന്റെ മകനായിരിക്കുന്ന യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറയും, നീ ഒരു ജനസമൂഹമായി വളരാം. സമൂഹം എന്ന് പറഞ്ഞാൽ സഭ. സമൂഹമല്ല സഭ. അത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തേഫാനോസ് പറയുക, മരുഭൂമിയിൽ ഒരു സഭയുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരിരുന്ന മരുഭൂമിയിലെ സഭ നിയമങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും ഒക്കെയുള്ള ക്രൈസ്തല്ലോ പ്രമാണങ്ങളൊക്കെ ഉള്ള ഒരു സഭ, മരുഭൂമിയിലെ സഭ. എന്നാൽ ഞാനും നിങ്ങളും ഉള്ളത് ആ സഭയിലുമല്ല. ക്രൈസ്തല്ലോ ഞാനും നിങ്ങളും ഉള്ളത് ചങ്ക് തുറന്നവന്റെ സഭയാ, കൈ തുളയ്ക്കപ്പെട്ടവന്റെ സഭയാ, തലയിൽ മുൾമുടി അണിയപ്പെട്ടവന്റെ സഭയാ, കരങ്ങൾ തുളയ്ക്കപ്പെട്ടവന്റെ സഭയാ, അവൻ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുത്തവന്റെ സഭയാ, തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവന്റെ സഭയാ. ശരീരമാകുന്ന അവൻ തന്റെ ശരീരം തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവന്റെ സഭയാണ് ഞാനും നീയും. എൻ്റെ യേശുവിൻ്റെ ശരീരം തകർന്നെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ദൈവസഭയാകുന്ന ശരീരം തകർക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കയില്ല. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം. ഒരിക്കൽ ശരീരം തകർത്തവൻ നേടിയതാ. ഇനി ഇതിനെ തകർക്കാൻ, ഇതിനെ ഉടയ്ക്കാൻ, ഇതിനെ നശിപ്പിക്കാൻ ഒരധികാരികൾക്കും കഴിയത്തില്ല, ഒരു സാമ്രാജ്യത്തിനും കഴിയത്തില്ല, ഒരു രാഷ്ട്രീയത്തിനും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ആമേൻ. തന്റെ സഭയെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെല്ലാം ഇങ്ങനെ പേടിച്ച് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുക. ഒന്നാം നൂറ്റാണ്ടിലെ സഭ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. സഭ തളർന്നില്ല. നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ആമേൻ. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു. സഭ തളർന്നില്ല. തീപ്പന്തങ്ങളാൽ കത്തി അമർന്നു. സഭ തളർന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്തുതിക്കണം കേട്ടോ. സഭ തളരുകയില്ല. സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഇസഡ് കാറ്റഗറിയും വേണ്ട. സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരു നേതൃത്വവും വേണ്ട. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സംഘടനയും വേണ്ട. സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരും വേണ്ട. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവനുണ്ട്. എനിക്ക് വേണ്ടി ന്യായം പരിഹരിക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്ക്. ആമേൻ. സ്തോത്രം. നാം അനാഥരല്ല, നാം അശക്തരല്ല. എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം
ഞാൻ മറ്റ് പ്രസ്ഥാനങ്ങളെ ഒന്നും കളിയാക്കി എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പത്മോസ് ദ്വീപിലേക്ക് പോകുമ്പം ആരോടും ഒരു റെക്കമെൻഡിന് യോഹന്നാൻ അപ്പോസ്തലൻ ചോദിച്ചില്ല. 3-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ പീഡനത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ ആരോടും ഒരു സഹായം ചോദിച്ചില്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. സഹിക്കാൻ പറ്റാത്ത പരീക്ഷ വന്നിട്ടും സഭ ആരോടും ഒരു ഔദാര്യം ചോദിച്ചില്ല. ഒരു സഹായത്തിനും ഒരു പടിവാതിൽ മുട്ടിയില്ല. ആരും വാദിക്കാൻ അവിടെ വേണമെന്ന് ആശിച്ചില്ല. കാരണം സഭയുടെ നാഥൻ, ആ സഭയുടെ നടത്തിപ്പുകാരൻ, അവൻ ജീവിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി അവൻ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. സഭ അനാഥമല്ല, സഭ നാഥനുള്ളതാണ്, സഭ നായകനുള്ളതാണ്. കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാ: നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നെന്നാ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. പള്ളി പൊളിക്കുമ്പോഴും ആരാധന പൂട്ടിക്കുമ്പോഴും സെമിത്തേരി അടപ്പിക്കുമ്പോഴും വാദിക്കുവാൻ ഉന്നതന്മാർക്കും മീതെ ഉന്നതനും അവർക്കും മീതെ അത്യുന്നതനുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കള് ആദരം തുറന്ന് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. എനിക്ക് വേണ്ടി വാദിപ്പാൻ ഒരുവനുണ്ട്. എല്ലാ തരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാരാധിക്ക്. സഭയുടെ അതിന്റെ പവർ ഒന്ന് മനസ്സിലാക്ക്. ദൈവത്തിന്റെ കൃപയെന്നറിയ, നമ്മെ കരുതുന്നവനെ അറിയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ വേഗം അവസാനിപ്പിക്കണമല്ലോ. അപ്പം സഭയെന്ന് പറയുന്നത് അവിടെ ഇവിടെ രണ്ട് അടി കിട്ടിയത് കൊണ്ടോ ആരേലും അവിടെ നിന്നുകൊണ്ട് മൈക്ക് തല്ലിപ്പൊട്ടിച്ചത് കൊണ്ടോ ഒന്നും സഭയ്ക്കൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ പൊന്നു ദൈവദാസന്മാരെ, ഇതിനേക്കാളും കൂടുതൽ അടിയും ബഹളവും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയാഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കൂട്ടി വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ തൊട്ടാൽ മതി, എടുത്തങ്ങ് ലൈവാ. ഒരു 3 പേരിരിക്കുന്ന കൺവെൻഷനിൽ ലൈവാ. കാണുന്നവനെല്ലാം ദേഷ്യം വരിക. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ലൈവാ. ലൈവ് കൊണ്ട് ഇപ്പൊ സഹിക്കാൻ വയ്യാതായി. ലൈവുകാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പ്രൈസല്ലോ. ഇത്രയും ദൈവമക്കൾ ഈ ആദ്യ കൺവെൻഷൻ്റെ ദിവസത്തിൽ വരുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചല്ല. വീട്ടിലിരുന്ന് ലൈവായിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾ വന്നതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. പ്രൈസ്തല്ലോ. ഒരു ചെറിയ പ്രശ്നം നടന്ന ഉടനെ ലൈവ്, ഉടനെ കുറെ എഴുത്താണികൾ ക്രൈസ്തവ സഭ പീഡനത്തിലൂടെ. എൻ്റെ നീ വെളിപ്പാട് പുസ്തകം ഒന്ന് പഠിക്കേ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷയെ കൂടെ ദൈവസഭ പോയത്, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇത് നശിപ്പിക്കുമെന്ന് പറഞ്ഞവൻ നശിച്ചതല്ലാതെ, ഇത് നശിപ്പിക്കുമെന്ന് പറഞ്ഞ സാമ്രാജ്യം നശിച്ചതല്ലാതെ ഈ സഭയ്ക്ക് കേടുവരാൻ ഇതിന്റെ ഉടമസ്ഥൻ അനുവദിക്കത്തില്ല. അവൻ അതിന്റെ വേദന അറിയാം, അതിന്റെ ഭാരം അറിയാം. അവൻ നമ്മുടെ സംരക്ഷകനാ. സ്തോത്രം, സ്തോത്രം. യേശു നമ്മുടെ സംരക്ഷകനാ. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞു, ശരീരം തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 വായിക്കുന്നു. അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന്. അങ്ങനെ തകർത്ത് നേടിയ ഒരു ശരീരം, അതാണ് സഭ. ക്രിസ്തു തലയും അവന്റെ ശരീരമാകുന്ന സഭ. ഇനി ഈ ശരീരത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നാം അവന്റെ ശരീരമാണെങ്കിൽ നമ്മെ തൊടാൻ കഴിയത്തില്ല. ആ വിശ്വാസമുള്ളവര് അവൻ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹത്തെ കൊല്ലുന്ന അവൻ ഒരുപോലെ വിധിക്കുന്ന ദൈവത്തെ ഭയപ്പെടട്ടെ. പ്രൈസലോ. എന്തായാലും 70 80 അതിനപ്പുറം പോയ കുറെ ഇഞ്ചക്ഷനും മരുന്നും കുത്തിവെച്ച് നമ്മൾ യാത്രയാവും. അതിനേക്കാളും നല്ലത് 4 പേരെ തല്ലുകൊണ്ട് ചത്താ. കർത്താവിന് വേണ്ടി ചുമ്മാ തല്ലുകൊണ്ട് ചാവരുത്. വെറുതെ
തല്ലുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി മരിച്ച അതിനകത്തൊരു ഒരു മാന്യതയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗമൊക്കെ വിടുക, വേഗം അങ്ങ് അവസാനിപ്പിക്കണമല്ലോ. അപ്പം നമ്മളെല്ലാം സഭയുടെ കാര്യമാണ്. ഇനി സഭയ്ക്കുള്ള ഒരു ദൗത്യം പറഞ്ഞ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ഈ സഭ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഞാൻ ഈ രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഉള്ളം കയ്യിലോട്ട് ആണി അടിച്ചിറക്കുന്ന ശവശരീരത്തിലൊന്നുമല്ല, ജീവനുള്ള കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ ആണി അടിക്കുന്നേ. നിങ്ങളൊന്ന് നോക്കിയാൽ ഞാൻ 2 സഭകളിൽ അത് പറഞ്ഞു. ആ ഉള്ളം കയ്യിൽ ഇങ്ങനെ ആണി അടിച്ച് കയറ്റുമ്പോഴേ ആണി ഒരുത്തൻ വെച്ചിട്ട് കൂടം കൊണ്ടടിക്കുന്നവൻ്റെ കണ്ണിലോട്ട് നോക്കിയിരുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് ഭാവനെ കാണാൻ പറ്റുമോ? 2 കാലുകളും ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് കണങ്കാലിൽ മൂർച്ചയുള്ള നീളമുള്ള ആണി അടിച്ച് മരത്തോട് കയറ്റുമ്പോൾ ആ കണ്ണിലേക്ക് നോക്കി അവൻ ശപിക്കാതെ കിടന്ന ഒരു യേശുവിനെ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ അറിയാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. അവന്റെ ഉള്ളം കൈ അടിച്ചു തുളയ്ക്കുമ്പോ, അവന്റെ കാലുകൾ അടിച്ചു തുളയ്ക്കുമ്പോ അവൻ കരഞ്ഞില്ല, അവൻ വിലപിച്ചില്ല. ഞാനും നീയും വിലപിക്കാതിരിപ്പാൻ അങ്ങനെ നേടിയ സഭയെ തൊടാൻ പാതാളത്തിലെ ഒരു ഗോപുരത്തിനും ദൈവം അനുവദിക്കത്തില്ല. ഏത് നിയമം മാറ്റിയാലും, ഏത് കോഡുകൾ തിരുത്തി എഴുതിയാലും, എന്തെല്ലാം അമെൻമെന്റ് ചെയ്താലും ഈ രാജ്യങ്ങൾ നീങ്ങും. യേശു വരുവാൻ സമയമായി. രാജ്യങ്ങൾ നീങ്ങി. ദൈവത്തിന്റെ രാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം. ആമേൻ, 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 ആമേൻ. എന്റെ കർത്താവ് വരാൻ സമയമായി. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്ക്. യേശു വരാൻ സമയമായി. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവ് പറഞ്ഞു, നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും കുട്ടിയും കാണും, അതിനെ അഴിച്ചോണ്ട് വാ. യജമാനൻ എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, അവയെ കൊണ്ട് ഗുരുവിന് ആവശ്യമുണ്ട്. വിട്ടയച്ചു. ഈ കഴുതയും കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഇത് കണ്ട ഉടനെ പ്രവാചക പുസ്തകം പഠിച്ചിരുന്ന ദൈവമക്കൾ അവരുടെ പുതപ്പ്, ഇസ്രായേൽ മക്കൾ അവരുടെ പുതപ്പെടുത്ത് കഴുതയുടെ മേലെ വിരിച്ചു. കഴുതയുടെ മേലിലോട്ട് കർത്താവ് കയറി ഇങ്ങനെ ഇരുന്നു. മുമ്പിൽ ഇങ്ങനെ പുതപ്പൊക്കെ ഇങ്ങോട്ട് വിരിച്ചു കൊടുത്തു. കൂടി നിന്നവരെല്ലാം ഹോശന്ന ഹോശന്ന വിളിച്ചു. ഈ കഴുതയുടെ ചിന്ത മുഴുവൻ എന്താണെന്നറിയാമോ? എന്നെയാ ഹോശന്ന വിളിക്കുന്നതെന്ന്, എനിക്കാ ഹോശന്ന. എൻ്റെ ദൈവമക്കളെ, കഴുതയ്ക്കല്ല ഹോശന്ന, പുറത്തിരിക്കുന്നവനാ. അവൻ കയറിയതുകൊണ്ടാ ഹോശന്നെന്ന് നിന്നെ നോക്കി വിളിച്ചത്. അവൻ കയറിയതുകൊണ്ടാ എന്നെ നോക്കി ഹോശന്ന, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പറയാൻ എന്ത് യോഗ്യതയാ, അല്ലെങ്കിൽ പറയാൻ എന്ത് പ്രശംസയാ. ഇന്ന് രാത്രി അതറിയുന്ന ദൈവമക്കള്, അവൻ നമ്മിൽ വാഹനമേറിയത് കൊണ്ട് നമ്മെ നോക്കി പറയുക, അവൻ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കള് ആദരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. ആ ഭാഗ്യ പദവി. സ്വത്രം. കർത്താവ് നമ്മുടെ മേൽ, എൻ്റെ മേൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്റെ പ്ലാത്തറയിലുള്ള ഒരു കുഴിയിൽ, ഇന്നും മര്യാദയ്ക്ക് ഓട്ടോറിക്ഷ പോകാത്ത ഒരു കുഴി കിടന്ന് ഞാനാ ഇവിടെ നിൽക്കുന്നേ. ഞാൻ വലിയ കുടുംബ മഹിമയൊന്നും ഉള്ളവനല്ല, പറയാൻ വലിയ പാരമ്പര്യമൊന്നുമില്ല, 4ാം തലമുറയോ 5ാം തലമുറയൊന്നും അല്ല. കൃപയാ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്ക്. 5ാം തലമുറക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4ാം തലമുറക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 3ാം തലമുറ, 2ാം തലമുറ, 1ാം തലമുറ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ഒന്നും പറയാനില്ലാത്തവർ അവൻ ആത്മാവിൽ
സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന് മഹത്വം അർപ്പിക്കുമ്പോൾ അല്പം ബഹുമാനം നമുക്കും കൂടെ കിട്ടുക. കർത്താവിനെ നമ്മൾ വഹിക്കുകയല്ലേ, വഹിക്കരുത്. കർത്താവിനെ ധരിച്ചാൽ മതി, കർത്താവിനെ വഹിക്കരുത്. സ്തോത്രം. ഇന്ന് ഒത്തിരി പേര് കർത്താവിനെ വഹിക്കുന്നവര്, വഹിക്കുകയല്ല, ധരിച്ചാൽ മതി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റു ചിന്തകളൊന്നും അതിനകത്ത് വേണ്ട. രണ്ട് കാര്യം. ഒന്ന്, സഭ വെളിച്ചമാണ്. ആ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വിളക്കുണ്ട്. ഈ വിളക്ക് അതിനു വേണ്ടിയാണോ വെളിച്ചം കൊടുക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന വിളക്കുകളെല്ലാം അതിനു വേണ്ടിയാണോ? അല്ല, നമുക്ക് വേണ്ടിയാണ്, ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇതെല്ലാം ഓഫായാലും ഇവിടെ ഇരുന്ന് ഡോക്ടർ ഷിബു കെ മാത്യു പറയുക ലൈറ്റ് എല്ലാം ഓൺ ചെയ്യാൻ പറയും. എന്തോ പറയാം? ലൈറ്റ് എല്ലാം, ലൈറ്റ് ഇല്ലെങ്കിലും പറയും. അതെന്തോന്നാ? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? വെളിച്ചമില്ലേലും പറയും വിളക്കാന്ന്. വെളിച്ചമൊക്കെ എന്നേ പോയി, എന്നാലും വിളക്കായിട്ടങ്ങ് ഇരിക്കുക. വെളിച്ചം പോയി. സഭേ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ. ആ വെളിച്ചത്തിലേക്ക് അനേകർക്ക് വെളിച്ചം കൊടുക്കുന്നവരായി എന്നെ നിന്നെ നിർത്തിയെങ്കിൽ വെളിച്ചം നഷ്ടപ്പെടരുത്. അതിവിടുത്തെ പദവിക്കായാലും, ഇവിടുത്തെ പ്രശസ്തിക്കായാലും, ഇവിടുത്തെ പണത്തിനായാലും, ഇവിടുത്തെ അധികാരത്തിനായാലും, ഇവിടുത്തെ സ്വാധീനത്തിനായാലും വെളിച്ചം നഷ്ടപ്പെടുത്തരുത്. വെളിച്ചം നഷ്ടപ്പെട്ടതിനെ വിളക്കെന്ന് വിളിക്കും, പക്ഷെ അത് വിളക്കല്ല. കർത്താവ് നടക്കുന്നത് വെളിച്ചമില്ലാത്ത വിളക്കിന്റെ നടുവിലല്ല, 7 പൊൻനിലവുകളുടെ നടുവിൽ കർത്താവ് നടക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നിലും നിന്നിലുമുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ, അത് പ്രകാശിക്കുവാൻ, ആത്മാവിൽ കാര്യങ്ങളെ ഗ്രഹിച്ച് ഉണരുവാനുള്ള സമയമായി. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഉപ്പ്. സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ്. ഉപ്പിന് വേണ്ടിയാണോ? അല്ല, ഉപ്പ് നമ്മെ രുചിപ്പിക്കാനാ. ആ രുചിയില്ലാതായാൽ കർത്താവ് തന്നെ പറഞ്ഞു, പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുവാൻ. വെളിച്ചം നഷ്ടപ്പെട്ടാൽ, രുചി നഷ്ടപ്പെട്ടാൽ, എത്ര വലിയവനാണെങ്കിലും പുറത്ത് കിടന്ന് ചവിട്ടുകൊള്ളാനേ കൊള്ളാവൂ. എന്നാൽ ഇന്ന് രാത്രി ചവിട്ടുകൊള്ളാനല്ല, ആമേൻ, കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ അതെ ആഗ്രഹിക്കുന്നവർ ആദരം തുറന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്ക്. അതാണ് എന്നെ കുറിച്ച്, പ്രിയരെ, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഭയ്ക്ക് വെളിച്ചമുണ്ട്, സഭ വെളിച്ചമാണ്. സഭയ്ക്ക് ഗുണമുണ്ട്, സഭ രുചി വരുത്തുന്നതാണ്. അങ്ങനെ ഒരു സഭയാണ് കർത്താവ് സ്ഥാപിച്ച സഭ. ആകയാൽ ആ സഭ ഒരുങ്ങുവാനുള്ള അനേക ദൂതുകൾ വരും ദിനങ്ങളിൽ നമ്മെ ഒരുക്കുവാൻ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ നിങ്ങളെ കണ്ടെത്തുവാൻ, കണ്ടറിയുവാൻ എവിടെയെങ്കിലും പോരായ്മകളും, നമ്മളൊക്കെ ബലഹീനരാ പ്രിയമുള്ളവരെ. വാക്കുകൾ തെറ്റിപ്പോകും, പ്രവൃത്തികൾ തെറ്റിപ്പോകും, ഇടപാടുകൾ തെറ്റിപ്പോകും. ആഗ്രഹിക്കുന്ന നിലവാരത്തിലായിത്തീരുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ലംഘനങ്ങളെ ഓർക്കാതെ നമ്മെ മാറോട് ചേർക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഈ പന്തലിന്റെ നടുവിൽ നമ്മുടെ മധ്യ ഉലാവുന്നുണ്ട്. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ, അവരെ ആശ്ലേഷിച്ചുകൊണ്ട് ഓടി വന്ന് മാറോട് ചേർക്കുവാൻ കഴിവുള്ളൊരു നാഥൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ആ കർത്താവ് പറയുക, ഞാൻ
നമുക്കൊരുങ്ങാം. കർത്താവിന് വേണ്ടി സഭയുടെ ദൗത്യം അറിയുവാൻ, സഭ ഉണരേണ്ടതിൻ്റെ ആവശ്യകത അറിയുവാൻ, ഉണർന്ന് ശോഭിക്കുവാൻ നമുക്കൊരു സമർപ്പണത്തിൻ്റെ ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറട്ടെ. ഇവിടെ കേൾക്കുന്ന ദൈവവചനം കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നമ്മെ ഒന്ന് ഉടച്ചു വാർക്കട്ടെ. നമ്മുടെ നിഗമനങ്ങളെ ഒന്നുടയ്ക്കട്ടെ, നമ്മുടെ ചിന്താഗതികളെ ഒന്നുടയ്ക്കട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചും പ്രസംഗിച്ചും കൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു നല്ല ദൈവ പൈതലായി, ഒരു ദൈവദാസനായി, ഒരു ശുശ്രൂഷകനായി എനിക്കും നിങ്ങൾക്കും മാറുവാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിച്ച് ചച്ചബ്ഗോഡിന്റെ 103-ാമത്തെ സ്റ്റേറ്റ് കൺവെൻഷൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു വട്ടം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരം, ഞങ്ങൾക്ക് തരുന്ന ദിനങ്ങൾ, തരുന്ന രാത്രികൾ ഞങ്ങളെ തന്നെ ഒരുക്കുന്നതായി തീരുവാൻ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. സഭയെ വളർത്തുവാൻ, അനുഗ്രഹിപ്പാൻ, പുലർത്തുവാൻ, സംരക്ഷിപ്പാൻ ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. നാഥ, സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.